ജെറി അമൽദേവ്, എസ് ജാനകി, ബിച്ചു തിരുമല, ഈ 3 പ്രതിഭകളുടെ കൂട്ടുകെട്ടിലുണ്ടായ ഈ മനോഹരമായ നിഷ്കളങ്കത തുളുമ്പി നിൽക്കുന്ന ഗാനത്തിലൂടെ ഡ്യുവറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യാണ്. എന്നോടൊപ്പം മ്യൂസിഷ്യൻസായ റാൽഫിൻ സ്റ്റീഫൻ, മനോജ് അനന്തപുരി, അതോടൊപ്പം തന്നെ രാജേഷുമുണ്ട് നിങ്ങളെ സ്വാഗതം ചെയ്യാനായി. കഴിഞ്ഞ എപ്പിസോഡിൽ എല്ലാവരും കണ്ടു, നമ്മുടെ ഗസ്റ്റ് ശ്രീ അൻവർ സാദത്തായിരുന്നു. ഒരുപാട് നല്ല നല്ല പാട്ടുകളും പാട്ട് വിശേഷങ്ങളും നമ്മളുമായി പങ്കുവച്ചു. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ഇനിയും തീർന്നിട്ടില്ല. സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം ദ പവർ പാക്ഡ് പെർഫോമർ അൻവർ സാദത്ത്. അൻവർക്ക, ഒരിക്കൽ കൂടി സ്വാഗതം ഡ്യുവറ്റിലേക്ക്. പണ്ടത്തെ കാലത്തെ ഒരു ഭയങ്കര പെർഫോമർ കം സിംഗറായിട്ടുള്ള, ഇപ്പോൾ നമ്മളൊക്കെ പെർഫോമേഴ്സ് കം സിംഗേഴ്സ് എന്നുള്ള ബ്രാക്കറ്റിൽ പെടുന്നതാണ്. കാരണം നമ്മളൊക്കെ പ്രോഗ്രാംസ് ചെയ്യുന്നു, പലതരത്തിലുള്ള പാട്ടുകൾ പാടുന്നു. അപ്പം നമ്മുടെയൊക്കെ ഒരു വലിയൊരു റോൾ മോഡൽ എന്ന് പറയുന്ന ഒരാളാണ് കിഷോർദ. കിഷോർദ ആയിരുന്നു പണ്ടൊക്കെ ഈ മൈക്കൊക്കെ മുകളിലൊക്കെ ആകാശത്ത് എറിഞ്ഞ് പാടിയതിന്റെ തുടക്കം കുറിച്ചത് കിഷോർദായിരുന്നു. നമ്മൾ അതൊക്കെ കണ്ടാണ് നമ്മളും ഇങ്ങനത്തെ ഇതിലേക്കൊക്കെ മൈക്ക് കറക്കലും അങ്ങനത്തെ പെർഫോമർ എന്നുള്ള ഇതിൽ കിഷോർദ വലിയൊരു പാടിയിട്ടുണ്ടല്ലേ. പാട്ടുകൾ മുസാഫിർ ഹൂ യാരോ ना घर है ना ठिकाना मुझे चलते जाना है बस चलते जाना मेरा जीवन कोरा कागज कोरा ही रह गया. വലിയൊരു പ്രസ്ഥാനം തന്നെയാണ് അദ്ദേഹം. നമുക്കത് പാടി തുടരാം അല്ലേ? അതെ, നമുക്ക് അദ്ദേഹത്തിനോടുള്ള ഒരു ആരാധന പാട്ടിലൂടെ അറിയിക്കാം. അതായിരിക്കും നല്ലത്. അപ്പം ഇക്ക തീർച്ചയായിട്ടും അടുത്തത് കിഷോർദാന്റെ ഒരു പാട്ട് തീർച്ചയായിട്ടും വരുന്നു. പിടിച്ചോ.
कब मुझे छोड़ेगा ये लाल रंग कब मुझे छोड़ेगा मेरा गम कब तलक मेरा दिल तोड़ेगा ये लाल रंग कब मुझे छोड़ेगा किसी का भी लिया नाम तो आया तू ही तू किसी का भी लिया नाम तो आया तू ही तू ये तो प्याला शराब का बन गया ये लहू ये लाल रंग कब मुझे छोड़ेगा मेरा गम कब तलक मेरा दिल तोड़ेगा ये लाल रंग कब मुझे छोड़ेगा പാട്ട് അതിഗംഭീരമായിരുന്നു, പറയാണ്ടിരിക്കാൻ വയ്യ. എന്നോട് റാൽഫിന്റെ രണ്ടും കൽപ്പിച്ചുള്ള ബാക്കിങ്ങും കൂടി നമ്മുടെ ഡ്യുവറ്റിന്റെ മുത്തുകളാണ് നമ്മുടെ മ്യൂസിഷ്യൻസ്. അതായത് മൂന്ന് മുത്തുകളാണ്, മുമ്മുത്തുകൾ. എന്തായാലും ഭയങ്കര രസമായിരുന്നു ഇക്ക കേൾക്കാനായിട്ട്. അതും കിഷോർദാന്റെ ചില ഈ ഫീലിങ്സ് അടിച്ചിട്ടുള്ള ചില സാധനങ്ങളുണ്ട്, അതായത് ചില വെള്ളികളും അതെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ. ഒരു ഒരു പക്ഷെ അത് ഒരിക്കലും വൃത്തികേടായിട്ട് ഒരിക്കലും ഫീൽ ചെയ്യാത്ത ഒരു ഗായകനാണ്. അത് നമുക്ക് ഭയങ്കര ബ്യൂട്ടിയാ. അത് അങ്ങനത്തെ അതെയാണ് അതിനൊരു ബ്യൂട്ടി കൊണ്ടുവന്നത് അല്ലേ. അതൊരു അദ്ദേഹത്തിന് അങ്ങനത്തെ കുറെ പാട്ടുണ്ട്. ജിന്ദഗി എക് സഫർ ഹൈ സുഹാന യഹാ കൽ ക്യാ ഹൈ ജിസ് പേ ജാനാ ഒട്ലൈ ഒട്ലൈ ഓ എട്ലൈ എട്ലൈ ഒട്ലൈ ഒട്ലൈ ഓ ഒട്ലൈ. ശരിക്കും നമുക്ക് തോന്നുന്നു കിഷോർദ പോലെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ നമുക്ക് വേണ്ടി ജനിച്ചവരാന്ന് തോന്നുന്നു. നമുക്ക് അവരുടെ പാട്ടൊക്കെ കേട്ടിങ്ങനെ ആസ്വദിച്ച് തലയാട്ടാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ ഭൂമിയിൽ ജന്മമെടുത്തതെന്ന് തോന്നുന്നു നമുക്ക്.